glorious moments. സോപാസ്റ്റർ കടയിൽ നിന്ന് വന്നോ? ഫ്രീ ആയോ? ആരാ കടയിൽ നിന്ന് വന്നിച്ചാ എന്തുകൊണ്ട്? ഓ, അത് മുമ്പേ ചോദിച്ചതിന്റെ വല്ല ആൻസറും എല്ലാം കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കുക. പിന്നെന്താ ഇത് പറയാതിരിക്കാൻ? പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, നീറോ AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിലാണ് നീറോയുടെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞത്. നീറോ ചക്രവർത്തി. അതിന് മുമ്പിട്ട് അദ്ദേഹത്തിന്റെ അപ്പനായ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അഗ്രിപ്പീന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മയുടെ വളർത്തുപിതാവായിരുന്നു ക്ലൗഡിയസ്. ഞാനത് പറഞ്ഞു. 2 തെസ്സലോനിക്കർ 2:7-8 അവിടെ നമ്മൾ എഴുതിയ കാലഘട്ടം അത് കൃത്യമായിട്ട് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നത് 51-52 കാലഘട്ടത്തിലായി തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും, നാശയോഗ്യനായവനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് AD 52 കാലഘട്ടത്തിലാണ് ഈ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, കാരണം അവിടെ ആയി തുടങ്ങാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അവിടെ 54 വരെ ഉള്ള കാലഘട്ടത്തിൽ ക്ലൗഡിയസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ 16-ാമത്തെ വയസ്സിൽ നീറോ ചക്രവർത്തിയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ അപ്പനെ കൂണിനകത്ത് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞിട്ട് തന്റെ മാതാവും കൂടെ ചേർന്ന് കൊന്നു കളയുകയാണ്. 2 തെസ്സലോനിക്കർ 2:4 അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പൂജാഭിഷേകം എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട്. ഞാനത് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. ദേവാലയം ഉള്ള കാലത്താണ് ഇത് സംഭവിക്കുന്നത്. നീറോയുടെ കാലം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അടുത്തത് വരുന്നത് ഗാൽബയുടെ കാലം കഴിഞ്ഞ് ഓത്ത്, പിന്നെ ഓത്തിന്റെ കാലം കഴിഞ്ഞ് വെസ്പേസ്യൻ, അതിനുശേഷമാണ് ടൈറ്റസ് ഒക്കെ വരുന്നത് നമുക്കറിയാം. ഇദ്ദേഹം തന്നെ അപ്പൊല്ലോസ് എന്ന് പറഞ്ഞൊരു സൂര്യദേവൻ ആണ് താൻ എന്ന് പറഞ്ഞ് നീറോ സ്വയം ദേവനാണെന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെ സ്പോർട്സ്മാൻ കൂടിയായിരുന്നു. അപ്പൊല്ലോസ് എന്ന സൂര്യദേവനെ ആരാധിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ അപ്പൊല്ലോസ് ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പം അവസാനം നീറോ നമുക്കറിയാം കുന്തമുനയാൽ ആത്മഹത്യയായിരുന്നു എന്നൊക്കെ നീറോയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിനെ നമ്മളിവിടെ പറയുന്ന ഈ തെസ്സലോനിക്കർ ലേഖനത്തിൽ പറയുന്ന കാര്യം, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞാല് AD 54 നവംബറിലാണ് അദ്ദേഹം 16 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ചക്രവർത്തിയായി മാറുന്നത്. അദ്ദേഹം തന്റെ രാജ്യത്തെ 3 പ്രവിശ്യകളായി തിരിച്ചു. അത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ വമ്പും ദൂഷവും സംസാരിക്കുന്ന എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. 42 മാസം യെരുശലേമിനെ ചവിട്ടിക്കളയും എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ വെളിപ്പാട് ദിവസം 13-5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നീറോ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞതിന് ശേഷം. റോമ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിക്കുന്നതൊക്കെ പണ്ടൊരു ചൊല്ലുണ്ട്. കാരണം ഇറ്റലിയിൽ ഇദ്ദേഹം പോയിരുന്നപ്പോൾ ഈ റോമിന്റെ പകുതി ഭാഗം അന്ന് കത്തി പോയതായിട്ടൊക്കെ, റോമിന്റെ കുറെ ഭാഗങ്ങളെ കത്തിപ്പോയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇദ്ദേഹം വീണ്ടും ഇതിനെ വീണ്ടും പുതുക്കി പണിയാനായിട്ടൊക്കെ തന്റെ കൂടെയുള്ള കിങ്കരന്മാരെ കൊണ്ട് അദ്ദേഹം ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കി ഇത് പണിയാൻ തുടങ്ങി. അതിന് അദ്ദേഹം ഒരു പേരിട്ടു, നീറോ പ്ലസ് എന്ന് പറയുന്നൊരു പേരിട്ടു. പക്ഷെ കൂടെ ഉള്ളവർ സമ്മതിച്ചില്ല. അത് വേണ്ട, ഇയാൾ ഒറ്റയ്ക്ക് പണിയണ്ട, ഇയാൾ ഒറ്റയ്ക്ക് പേരെടുക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഉടക്കായി എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ, ഈ നീറോയുടെ ചരിത്രത്തിൽ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ തെസ്സലോനിക്കർ ലേഖനത്തിൽ കാണുന്നത്. തടുക്കുന്ന വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് പറയുന്നത്. AD 64-ാം ആണ്ട് ഏതാണ്ട് നവംബർ മാസം 14-ാം തീയതി വരെ ഇദ്ദേഹം ഇവിടെ ഭരിച്ചതായിട്ട് ഇദ്ദേഹം ഇവിടെ ഇഷ്യൂ ഉണ്ടായി. കാരണം ഇവിടെ ഈ അടുത്ത ഭയങ്കര തീവ്രത, യുദ്ധത്തിന്റെ തീവ്രത ഉണ്ടാകുന്നത് AD 64-ാം ആണ്ട് നവംബർ മാസം 14-ാം തീയതി. 42 മാസം യെരുശലേമിനെ ജാതികൾ ചവിട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത്. അതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ബൈബിൾ വിവരിച്ചിരിക്കുന്നത്. അതിന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിനെ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവെന്ന് നമ്മള് മത്തായി 24-ലും ലൂക്കോസ് 21-ലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും, മർക്കോസ് 13-ലും വായിക്കാൻ പറ്റും. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത് ഈ 42 മാസം യെരുശലേം ദേവാലയത്തെ ജാതികൾ ചവിട്ടിക്കളയുകയാണ്. ഇതിനെപ്പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമാണ്. പിന്നെ ഇത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്ന് തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഈ ചക്രവർത്തി വന്നതിന് ശേഷമാണ് ഈ നീറോയുടെ കാലത്താണ് അതായത് പത്മോസിലേക്ക് ഇദ്ദേഹത്തെ നാടുകടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത്
ആദ്യകാലത്ത് ഒന്നും വലിയ പീഡകളില്ലായിരുന്നു. പിന്നീട് ഇത് അദ്ദേഹം ഒരു ഉഗ്രമൂർത്തിയായി മാറുകയും സൂര്യദേവനെ പോലെയുള്ള ആരാധന തുടങ്ങുകയും അദ്ദേഹം സ്വയം അപ്പോലോസ് ആണെന്ന് പറഞ്ഞ് അപ്പോലോസ് ദേവനാണെന്ന് പറഞ്ഞ് മഹത്വമെടുക്കുകയൊക്കെ ചെയ്തു. യെരുശലേം ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബിംബമൊക്കെ കൊണ്ടുവെക്കാൻ ഇടയായി തീർന്നു. ഇതൊക്കെ നമുക്ക് ടാസിറ്റസിന്റെയും ജോസിഫസിന്റെയും ചരിത്രത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതാണ് ഇദ്ദേഹം ഒരു ക്രേസി ഫെലോ ആയിരുന്നു. അദ്ദേഹം ഒരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇദ്ദേഹമാണ് ഈ മെയിൻ ആയിട്ട് യെരുശലേം ദേവാലയത്തെ ചവിട്ടിക്കളയുന്നതിന് ജാതികൾ അല്ലെങ്കിൽ റോമൻ സൈന്യം വന്ന് അതിനെ വളഞ്ഞ് ഇതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും അവിടുത്തെ ക്രൈസ്തവരെ അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവരെ വന്ന് ഇവരുടെ കർത്താവിന്റെ വാക്ക് കേട്ട് ബെല്ലയിലൊക്കെ ഓടിപ്പോയി ബാക്കിയുള്ള യഹൂദ മതാനുസാരികളും മതത്തിലുള്ളവരെല്ലാം അവിടെ AD 70 അവന്മാര് അവിടെ അഗ്നിക്കിരയാവാനൊക്കെ തീർന്നു. അത് 42 മാസം അവിടെ ഉഗ്ര യുദ്ധങ്ങളാണ് നടന്നത്. ഇത് AD 64 മുതലുള്ള കാലഘട്ടത്തിൽ 3.5 വർഷം 42 മാസം യെരുശലേം ദേവാലയത്തെ നീറോടെ കാലം കഴിച്ചിട്ട് ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, ചേരുംപടി ചേർക്കുക, ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക, ഒരു ഖണ്ഡികയിൽ ഉത്തരം എഴുതുക, 2 പുറത്തിൽ ഉത്തരം എഴുതുക. ഇത്രയും സംഭവമാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഇത് ഗുജറാത്തിൽ ജനിച്ചു, അയാളുടെ അപ്പൻ ഇന്നോലെ ചെറുപ്പത്തിൽ പനയത് വീണു, ഇങ്ങനത്തെ സ്റ്റോറി ഒന്നുമില്ല. നരേന്ദ്രമോദി. 2 ചേരുംപടി ചേർക്കുക, അറിയാലോ, 2 സൈഡ് 2 കാണും. പിന്നെ ഉള്ളത് ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. പിന്നെയുള്ളത് ഒരു വരിയിലോ അല്ലോ എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ എഴുതുക, പിന്നെ 2 പുറത്ത് കവി, അത് വലിയ എസ്സേ. ഇതിപ്പം പാസ്റ്റർ ഒരു വരിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. പാസ്റ്റർ ഇപ്പോൾ ഒരു എസ്സേ എഴുതി കഴിഞ്ഞു. പാസ്റ്ററോട് ചോദിച്ചു, ഇത് അധർമ്മത്തിന്റെ മൂർത്തി എന്തായിരുന്നു, അല്ലെ ആരായിരുന്നു എന്ന് ചോദിച്ചു. നീറോ ആയിരുന്നു എന്ന് പാസ്റ്റർ ഉത്തരം പറഞ്ഞു. ശരി, അതെങ്ങനെയാണ് പുള്ളി അധർമ്മത്തിന്റെ മൂർത്തി ആകുന്നെന്ന് ഉത്തരവുണ്ട്, അതുകൂടെ പറയാം. അതെങ്ങനെയാണ് ഈ അധർമ്മത്തിന്റെ മൂർത്തി ആകുന്നത്, ആ പ്രയോഗം എന്തുകൊണ്ട്? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. പാസ്റ്റർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഉത്തരം പറയുമ്പോൾ ആ കൃത്യമായ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ. പാസ്റ്റർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി, അതെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ആ ഉത്തരത്തിലേക്ക് വരണ്ടേ. എന്തുകൊണ്ടാണ് ഈ നീറോ അധർമ്മത്തിന്റെ മൂർത്തിയാകുന്നത്? എന്തുകൊണ്ട് തെസ്സലോനിക്കലേഖനത്തിൽ ആ പറയുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ ആ പ്രതിഭാസം അത് നീറോയാണ്? അവിടെയാ ഇൻസിസ്റ്റ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വേണം പറയാൻ. പറയട്ടെ. അന്ന് ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് പീഡകന്മാരിൽ ഒരാളാണ് റോമൻ ചക്രവർത്തിയായ നീറോ. അദ്ദേഹം സൂര്യദേവനെ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോലോസിന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി ദേവാലയത്തിൽ കൊണ്ടുവെക്കുകയും അവിടെ മാർക്കറ്റുകളിൽ ബാർട്ടർ സിസ്റ്റം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ പ്രതിമ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ നമസ്കരിച്ചെങ്കിൽ മാത്രമേ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റുമായിരുന്നു. അതുകൊണ്ട് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിനെയാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന് വിളിക്കുന്നത്. അധർമ്മമൂർത്തി, മാൻ ഓഫ് സിൻ എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ അവസാനം. വെൽ ഡൺ. ഇതാണ് സോയി പാഷ, ഇങ്ങനെയാണ് ആൻസർ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ സോയി പാഷ ശിവചായൻ പറഞ്ഞ പോലെ ഇപ്പൊ എസ്സേയും കഴിഞ്ഞപ്പോ 2-3 എസ്സേ എഴുതേണ്ട കാര്യമാണ് ഓരോ ക്വസ്റ്റിനെ സോയി പാഷ ആൻസർ ചെയ്യുന്നത്. അത് സത്യത്തിൽ ഭയങ്കര ബോറായി. പക്ഷെ ഇങ്ങനെ ആൻസർ കൊടുത്തോണ്ട് സോയി പാഷ അടിപൊളിയായിട്ട് ഈ ഡിസ്കഷനുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ സോയി പാഷ വളരെ വേറെ സോയി പാഷ ഡിസ്കഷൻ പോകുന്നിടത്ത് എന്നെ കൂടെ കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് പറഞ്ഞോണ്ട് അത് ബുദ്ധിമുട്ടായി തീരത്തില്ല എനിക്ക്. ആശാരിയും കയ്യാളും ആണോ സോപാസ്? ഞാൻ ഞങ്ങളുടെ ശിവചാന്റെ കേട്ട് പഠിക്കുന്നത്. എനിക്കിപ്പോ അല്ല, നമ്മുടെ അല്ല സാജു ബ്രദറായിരുന്നപ്പോ ഒരു കയ്യാള് താഴെ ഇരിപ്പുണ്ട്. അതാരോ അങ്ങനെ ഈ പാസ്റ്റർ അത് രാജീവേ, ഇതിന്റെ ശരിയായ ഉത്തരം അങ്ങനെയല്ല കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഇയാളെ അധർമ്മത്തിന്റെ മൂർത്തി എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം. എന്തുകൊണ്ടാണ് നീറോ ചക്രവർത്തി അങ്ങനെ അധർമ്മമൂർത്തി എന്ന് വിളിക്കുന്നതാണോ പാസ്റ്റർ ചോദ്യം? സൂപ്പാസ്റ്റർ പറയണ്ടേ. നീറോയെ ആണേലും ഹൂവർ ആരും ആയിക്കൊള്ളട്ടെ, അവരെ വിളിക്കുന്നത് എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? സൂപ്പാസ്റ്റർ ഒരു വരി പറഞ്ഞ ബാർട്ടർ സിസ്റ്റം കൊണ്ടുണ്ടായ സംഭവം കൊണ്ടെന്നാണോ സൂപ്പാസ്റ്റർ പറഞ്ഞേ? അന്നത്തെ കാലത്ത് വിൽക്കുവാനും വാങ്ങുവാനൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രതിമയെ നമസ്കരിക്കണമായിരുന്നു. അതുകൊണ്ടല്ല സൂപ്പാസ്റ്റർ. ഒന്നാമത് അധർമ്മത്തിന്റെ മൂർത്തി എന്ന് പറയുന്നത് ടൈറ്റസ് ഫ്ലാവിയസ് വെസ്പേഷ്യനസ് ആണ്, നീറോ അല്ല. ഫ്ലാവിയസ് വെസ്പേഷ്യൻ ആണ്. ഈ ടൈറ്റസ് ജെറുസലേം ദൈവാലയം കീഴടക്കുമ്പോൾ കിഴക്കേ ഗേറ്റിങ്കൽ വെസ്പേഷ്യന്റെ സ്വർണ്ണ പ്രതിമ വെച്ചു. എന്നിട്ട് അതിനെ ആരാധിക്കാൻ പറഞ്ഞു. ടൈറ്റസിന്റെ പ്രതിമ വെച്ചു, 2 പേരുടെ പ്രതിമയെ ആരാധിച്ചു. എന്നിട്ട് ലോ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ നിന്നു. ലോ എന്നതാണ് ഈ ലോ ഓഫ് ദ യാഹോയാണ്. യഹോവയുടെ നിയമം അവിടെ പോയി. യഹോവയുടെ നിയമം അനുസരിച്ച് ഉള്ള യാഗങ്ങളും പ്രാർത്ഥനകളും ഒന്നുമല്ല. എന്നിട്ട് ആ ലോയുടെ സിംബലായ ദൈവാലയം ഇവർ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തു. അതാണ് ലോ ലെസ്നെസ് എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് ലോ ഓഫ് യാഹോയാണ്, അല്ലെങ്കിൽ ലോ ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്, അല്ലെങ്കിൽ ലോ ഓഫ് ജൂസ് ആണ്, അല്ലെങ്കിൽ ലോ ഓഫ് മോസസ് ആണ്. എന്ത് പേര് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ ലോ ഓഫ് മോസസിന്റെ പ്രാക്ടീസ്
ജസ്റ്റിസിനെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ ഡിസ്ട്രോയ് ചെയ്തു. അതാണ് മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മത്തിന്റെ മൂർത്തം. അധർമ്മത്തിന്റെ മൂർത്തി വന്നു കഴിഞ്ഞിട്ട് ആദ്യം അന്ത്യോക്യസ് എപ്പിഫാനസ് ആണ് ഈസ് ദ റിയൽ മാൻ ഓഫ് ലോലെസ്നെസ്. അത് മക്കാബിയൻ റിവോൾട്ടിന്റെ കാലത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് പന്നിച്ചോര അർപ്പിക്കുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. അത് റിപ്പീറ്റ് ചെയ്തു ഈ ലോയ്ക്കെതിരായിട്ടും ഇവരുടെ ന്യായപ്രമാണത്തിനെതിരായിട്ടും വന്നിട്ട് അതിനെ ഇടിച്ചങ്ങ് കളഞ്ഞു. അപ്പൊ ലോയ്ക്കെതിരായിട്ട് വന്ന് ലോയെ എല്ലാം എടുത്ത് കളഞ്ഞ് ഇത് പൊളിച്ചും കളഞ്ഞുകൊണ്ടാണ് ലോലെസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലോലെസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളത് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി ഒരു പോസിറ്റീവ് ആയത് ഈ ലോലെസ്നെസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഈ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം. തടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ചെറിയ യാക്കോബാണ്. ചെറിയ യാക്കോബ് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലൻ. അതാണ്, ആ യാക്കോബാണ് തടുക്കുന്നവൻ. അയാൾ യെരുശലേമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ റോമൻ സൈന്യം വരുന്നില്ല. അവസാനം യാക്കോബിനെ വധിക്കുകയാണ്. യാക്കോബിനെ വധിച്ചു കഴിഞ്ഞിട്ടാണ് ഈ സൈന്യം ഇരച്ചു കയറുന്നത്. അപ്പൊ യാക്കോബിന്റെ പ്രാർത്ഥനയാണ് യെരുശലേമിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഇത് ഒരു കമന്ററിയിലും നിങ്ങൾ കാണത്തില്ല. കാരണം ഈ കമന്ററീസ് എല്ലാം വെസ്റ്റേൺ ആളുകൾ എഴുതുന്നതാണ്. അവരെ സംബന്ധിച്ച് യാക്കോബൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. യാക്കോബാണ് തടുത്തോണ്ട്. യാക്കോബ് മരിച്ചപ്പോ സൈന്യം ഇടിച്ചു കയറി. ഇതാണ് എന്റെ ഇന്റർപ്രിട്ടേഷൻ. ഇത്തിരി വേർഷൻസ് ഉണ്ടായത് അച്ഛൻ പറഞ്ഞ ഒരു വ്യൂ ആണ് ഇത് പറഞ്ഞത്. വേറെ തടുക്കുന്ന അനനാസ് ബെനനാസ് എന്ന് പറഞ്ഞ ഒരു മഹാപുരോഹിതനെ പറ്റി പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട്, പല വീക്ഷണങ്ങളുണ്ട് ഇത് അന്നത്തെ കാലത്ത് നടന്ന. അനനാസ് ബെനനാസ് അയാൾ എന്നാ ചെയ്തോണ്ടിരുന്നത്? അയാള് മഹാപുരോഹിതനായിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹമാണ് യാതൊരു മധ്യസ്ഥനായിരുന്നു, മധ്യസ്ഥന്റെ റോളായിരുന്നു, മീഡിയേറ്റർ ആയിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ വ്യൂവിലാ പറഞ്ഞത്. കാരണം അവിടെ ചെറിയ യാക്കോബിനെ കൊല്ലുന്നുണ്ട്. ദൈവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊല്ലുകയാണ്. യാക്കോബിനെ കൊല്ലുന്നതും സൈന്യം ഇടിച്ചു കയറുന്നതും ഒരേപോലെയാണ്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഞാനതാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു നീതിമാൻ ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പട്ടണത്തിനൊന്നും ഭവിക്കുക. ആ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് യാക്കോബാണ്. യാക്കോബ് കൊല്ലപ്പെട്ടു. യാക്കോബിന്റെ ആത്മാവിനെ ദൈവം തൃക്കരങ്ങളിൽ ഏറ്റുവാങ്ങി യെരുശലേം തകർക്കപ്പെട്ടു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.